എല്ലാവർക്കും നമസ്കാരം. ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. Ace of Wands, Ten of Wands, Five of Wands, Ace of Swords, Moon കാർഡ് വന്നിട്ടുണ്ട്, Knight of Swords, Seven of Cups. ഇതാണ് ഇന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ. നമുക്കിപ്പോൾ റീഡിങ് നോക്കാം. എല്ലാ കാർഡ്സും കാണട്ടെന്ന് വിചാരിക്കുന്നു. ആദ്യമേ തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് വാൻസിൻ്റെ കാർഡാണ്. ഇതൊരു പുതിയ തുടക്കത്തിൻ്റെ കാർഡാണ്. ഇന്നത്തെ ദിവസം ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലി പുതിയതായിട്ട് പ്രവേശിക്കുന്നതിനോ അതല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനോ ഉള്ള ഒരു അവസരങ്ങൾ മുന്നിലേക്ക് വരുന്നൊരു ദിവസമായിട്ടാണ് ഇന്നത്തെ ദിവസം കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ കരിയർ ചിലപ്പോൾ ഒരു ചേഞ്ച് ചെയ്യാൻ നിൽക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിനിവേശങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു പുതിയൊരു കരിയർ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിൽ തുടരണോ വേണ്ടോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുണ്ട്. അതായത് മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഈ മൂൺ കാർഡ് എന്ന് പറയുന്നത് നമുക്ക് രണ്ട് ചോയ്സസിൽ എന്തെടുക്കണം എന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിൻ്റെ ഒരു മനോവിഷമം ഉണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടും അതിൻ്റെ ഫലം കിട്ടാത്ത ഒരു സിറ്റുവേഷനിൽ കൂടി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കൊരു അപ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷനാണ്, ഇത് വിടണോ അല്ലെങ്കിൽ വേണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് സക്സസ്ഫുൾ ആവുമോ എന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള ഒരു പുതിയ പാത, അതായത് കരിയറിലാണെങ്കിലും അല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിലും നിങ്ങൾക്കൊരു പുതിയ പാതയിലേക്ക് കടക്കാനുള്ള ഒരു അവസരം യൂണിവേഴ്സ് നിങ്ങൾക്ക് ഇന്ന് തരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുക. അതായിരിക്കണം ഇന്നത്തെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന അതിലായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ മുന്നിൽ വന്ന് നിന്നിട്ട് അതിനകത്ത് ചൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുമുണ്ട്. അതായത് 7 ഓഫ് കപ്സ് ഉണ്ട്. ഇത് 7 ഓഫ് കപ്സ് പറയുന്നത് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് എന്ത് ചൂസ് ചെയ്യണം എന്ന് അറിയാത്ത ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നതാണ്. ആ കൺഫ്യൂഷൻ കാരണം നിങ്ങൾക്ക് മനസ്സിൽ ഭയങ്കര കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും ഈ പുതിയ തുടക്കം നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന വിധത്തിലുള്ള ഒരു തുടക്കം, അതായത് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചിട്ടുള്ള ഒരു തുടക്കം കിട്ടുന്നുണ്ടെന്നാണ് ഇതിനകത്ത് കാണിക്കുന്നത്. 4 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. ഇത് ഒരു കൂട്ടായ്മയുടെ കാർഡാണ്. നിങ്ങൾ ചിലപ്പോൾ ഇന്നത്തെ ദിവസം വല്ല വിവാഹാഘോഷങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്ടികളിലോ ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ചിലർക്കിത് ഒരു കൂട്ടുത്തരവാദിത്വത്തോടെ ചെയ്യുന്ന ഒരു ബിസിനസ് സംരംഭമാവാം. അങ്ങനെയും ഇതിനകത്ത് കാണാം. അല്ലെങ്കിൽ കൂട്ടായിട്ട് ഉത്തരവാദിത്വത്തോടെ ചെയ്യുന്ന എന്തെങ്കിലും പ്രോജക്റ്റുകൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാകുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് നിങ്ങൾ ഇന്നത്തെ ദിവസം അതിനകത്ത് ചെയ്യുന്നത്. ചിലപ്പോൾ കൂടിയാലോചനകളായിരിക്കാം, എന്തെങ്കിലും ഒരു പുതിയ പ്രോജക്റ്റിൻ്റെ കൂടിയാലോചനകൾ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ടാവാം. അതിനകത്ത് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യം ഉരുത്തിരിഞ്ഞ് വന്നിട്ട് അതിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു വിജയത്തിന്റെ ഒരു കാർഡും കൂടിയാണ് കേട്ടോ. വിജയത്തിന്റെ സന്തോഷം കൂടിയാണ്. അതായത് നിങ്ങൾ ചിലപ്പോൾ കുറെ സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് പുതിയ ഒരു ബിസിനസ്സോ ജോലിയോ കിട്ടിക്കഴിയുമ്പോൾ മാനസികമായിട്ടുണ്ടാവുന്ന ഒരു സന്തോഷവും ഒരു ആശ്വാസവും കൂടി ഇതിനകത്ത് കാണുന്നുണ്ട്. 10 ഓഫ് സോഡ്സ് ആണ്.
ഇതൊരു അമിതഭാരം ചുമക്കുന്ന ഒരാളാണ് കാണുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ ഈ കൂട്ടുത്തരവാദിത്വത്തോടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ നിങ്ങളിലേക്ക് എടുത്തു വെക്കാതിരിക്കുക. കാരണം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ട്രെസ്സിൽ കൂടി കടന്നു പോകേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളിൽ എന്താണോ അർപ്പിച്ചിരിക്കുന്ന കർമ്മ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വളരെ കൃത്യമായും വ്യക്തതയോടും കൂടി ചെയ്യുക. പക്ഷെ മറ്റുള്ളവരുടെ ജോലിഭാരം കൂടി നിങ്ങൾ ഏറ്റെടുത്ത് തലയിൽ വെക്കാതിരിക്കുക. വേറൊരാൾ ചെയ്യേണ്ട കാര്യം അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന കാര്യങ്ങൾ അവർ ചെയ്തോട്ടെ. നിങ്ങൾക്ക് എന്താണോ പറഞ്ഞിരിക്കുന്നത് ആ കാര്യങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ വർക്ക് ചെയ്യാന്നാ പറയുന്നത്. ഇനി നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ജോലി അത് നിങ്ങൾക്ക് കൂടുതൽ വെല്ലുവിളികൾ നിറഞ്ഞത്, അല്ലെങ്കിൽ നിങ്ങൾക്കത് കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരാളുടെ സഹായം എടുക്കാം. ആരെങ്കിലും സഹായം ചോദിക്കുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിഭാരം കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരാളുടെ ഹെൽപ്പ് ചോദിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അമിതഭാരം എടുക്കുന്നതിലേക്ക് പോകാതിരിക്കാൻ ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ വളരെ സ്ട്രെസ്ഡ് ആയി പോവും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഏസ് ഓഫ് സോർഡ്സും ഒരു പുതിയ തുടക്കത്തിന്റെ കാർഡ് തന്നെയാണ്. അതായത് ശൂന്യതയിൽ നിന്ന് നിങ്ങളിലേക്ക് വരുന്ന ഒരു കൈ. ഇതൊരു യൂണിവേഴ്സിന്റെ കൈയാണ്. അപ്പോൾ യൂണിവേഴ്സിന്റെ ബ്ലെസ്സിങ്സോട് കൂടിയാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഈ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നത്. ഇന്ന് എന്ത് കാര്യം ചെയ്താലും യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സപ്പോർട്ട്, നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയ ജോലി പ്രവേശിക്കുന്നതാണെങ്കിലും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണെങ്കിലും വളരെ സപ്പോർട്ട് കൂടിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് വളരെ നിങ്ങൾ കാര്യങ്ങൾ വളരെ വ്യക്തതയോടെ മുന്നോട്ട് പോകണം എന്നും പറയുന്നുണ്ട്. പുതിയ കാര്യങ്ങൾ തുടങ്ങുമ്പോൾ കുറച്ച് നമ്മൾ കെയർഫുൾ ആയിട്ട് തുടങ്ങുകയും ചെയ്യാന്ന് പറയുന്നുണ്ട്. അങ്ങനെ പോയാലാണ് നിങ്ങൾക്ക് അതിനകത്തേക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുന്നത്. ഇതൊരു വിജയത്തിന്റെ കാർഡും കൂടിയാണ്. കാരണം ഇതിനകത്ത് ക്രൗൺ ഉണ്ട്. അപ്പോൾ വിജയിച്ച ആൾക്കാർക്കുള്ള ഒരു കാർഡും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഇന്ന് തുടങ്ങുന്ന എന്ത് പ്രോജക്റ്റ് ആണോ എന്ത് സംരംഭമാണോ തുടങ്ങുന്നത് അത് നിങ്ങളെ എന്തായാലും സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു മൂവ്മെന്റ് ആണ് നടക്കുന്നത്. മൂൺ കാർഡ് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതായത് നിങ്ങൾ നേരത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്ത് ടഫായിട്ടുള്ള സിറ്റുവേഷൻസിനെ ഫേസ് ചെയ്തിട്ടുണ്ട്, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോയ്സ് എടുക്കാനായിട്ടുള്ള ഒരു ടഫ്നെസ് ഉണ്ട്, അത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ആശയക്കുഴപ്പത്തിലാണ് നിങ്ങളുടെ മൈൻഡിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് നടക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പുതിയത് ചൂസ് ചെയ്യാം എന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത്. ചില ആളുകൾ കുറേ എഫേർട്ട് ഇട്ട് പല കാര്യങ്ങളും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് അതിൽ റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പാത്തല്ല, അത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ല, അത് നിങ്ങൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ലൈഫ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്, ലൈഫിൽ നിന്നൊരു പാഠം പഠിക്കാൻ വേണ്ടി നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ വന്ന് പെട്ടതാണ്. അപ്പോൾ നിങ്ങളത് മൂവ് ഓൺ ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് പറയുന്നത്. അതിൻ്റെ ഒരു ആശയക്കുഴപ്പം വേണ്ട. നൈറ്റ് ഓഫ് സോർഡ്സ് ആണ്. ഇതൊരു അഭിനിവേശത്തിന്റെ കാർഡാണ്. വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് കുതിക്കുന്ന ഒരു വ്യക്തിയാണ്. കുതിരയിൽ പായിച്ചുകൊണ്ട് പോവുകയാണ് വ്യക്തി. അദ്ദേഹം എന്തും ചെയ്യാനും തയ്യാറായിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇതിനകത്ത് കാണിക്കുന്നത്. കാരണം വാള് നീട്ടിപ്പിടിച്ചാണ് പോകുന്നത്. എന്ത് സ്ട്രഗിള് മുന്നിൽ വന്നാലും അതിനെ ഫേസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി സക്സസിലേക്ക് എത്തിക്കാൻ ഉള്ള എല്ലാ ഊർജത്തോടും കൂടി പോകുന്നുണ്ടാ നിങ്ങളെന്നാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് കാര്യം ചെയ്യണ്ടെങ്കിലും അതിനെ സക്സസിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോയിട്ട് പ്രവർത്തിക്കാൻ നിങ്ങൾ താല്പര്യം കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക്. അതിനുള്ള ഒരു ഊർജം നിങ്ങളുടെ ഉള്ളിൽ ഇന്നത്തെ ദിവസം ഉണ്ട്. അത് നിങ്ങൾ പ്രയോജനപ്പെടുത്തുക. ആ ഊർജത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് ഫേസ് ചെയ്യാൻ പറ്റും എന്നാണ് കാണിക്കുന്നത്. 7 ഓഫ് കപ്സ് ആണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റിയിൽ നിന്നാണ് നിങ്ങൾ ഇപ്പോൾ ഒരു കാര്യത്തിന്റെ കൺക്ലൂഷനിലേക്ക് എത്തുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ പല കാര്യങ്ങളും പ്രലോഭിപ്പിക്കുന്നുണ്ട്. പല ആളുകൾക്കും നമ്മളിപ്പോൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോകുന്ന ഒരു കംഫർട്ട് സോൺ വിട്ട് വേറൊരു കാര്യത്തിലേക്ക് മൂവ് ചെയ്യാനായിട്ട് ആണ് പല ആൾക്കാരും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്നത്. അവിടെയാണ് നമുക്ക് എപ്പോഴും സ്റ്റക്നെസ് വരുന്നത്. നമ്മുടെ ഒരു കംഫർട്ട് സോൺ വിട്ടിട്ട് നമ്മൾ പുതിയൊരു കാര്യം ചെയ്യാനായി അങ്ങനത്തെ റിസ്ക് എടുക്കാൻ എല്ലാവർക്കും
പൊതുവെ പേടിയാണ്. പക്ഷേ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അത് കളഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാൻ തന്നെയാണ്. അല്ലെങ്കിൽ അത് തന്നെ നിങ്ങൾ വേറൊരു രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരേപോലെ പോയിട്ട് ഒരു കാര്യവും നമുക്ക് ലൈഫിൽ നേടിയെടുക്കാൻ പറ്റില്ല. എപ്പോഴും റിസ്ക് എടുക്കുന്ന ആൾക്കാർക്കാണ് എന്താ വിജയം കൂടെ വരുന്നത്. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കാൻ തയ്യാറാവുക. നമ്മൾ എപ്പോഴും യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നമ്മൾക്കൊരു സ്റ്റക്നെസ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മളൊരു ബാഡ് സിറ്റുവേഷനിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളത് മൂവ് ഓൺ ചെയ്താൽ നമ്മുടെ കൂടെ യൂണിവേഴ്സ് ഉണ്ടാവും. എല്ലാ സപ്പോർട്ടിനും യൂണിവേഴ്സിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ എല്ലാ സക്സസ്സും നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാ വഴികളും യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ റീഡിങ്സ് ഇതാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എൻ്റെ റീഡിങ്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എൻ്റെ ഊർജം. എനിക്കിത് എല്ലാ ദിവസവും ഇത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുമ്പോൾ നിങ്ങളുടെ ഊർജം എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിത് കാണുന്ന ആൾക്കാർ നിങ്ങൾക്ക് ഈ ചാനൽ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ദിവസം ഒരു നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് നമുക്ക് യൂണിവേഴ്സിനോട് പ്രാർത്ഥിക്കാം. നന്ദി, നമസ്കാരം.